TCS അവരുടെ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കോടിയിലാണ്. അപ്പം കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 67,087 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 67,799 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 2% റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയായിരുന്നു? 63,973 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 5% റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈ വർഷം കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 50,736 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 49,463 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 3% ടോട്ടൽ എക്സ്പെൻസ് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 48,550 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 5% ടോട്ടൽ എക്സ്പെൻസ് ഈ വർഷം കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 14,078 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 16,068 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 12% പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയായിരുന്നു? 16,666 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 16% PBT ഈ വർഷം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 10,720 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 12,131 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 12% പ്രോഫിറ്റ് പാറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് അതായത് നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 12,444 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 14% പാറ്റ് ഈ വർഷം കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കമ്പനിയുടെ EPS നോക്കുവാണെങ്കിൽ ഏണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 29.45 പൈസയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 33.37 പൈസയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 12% EPS ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ കമ്പനിയുടെ EPS എത്രയാണ്? 34.21 പൈസയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 14% EPS ഈ വർഷം കുറഞ്ഞതായിട്ട് കാണാം. അപ്പം നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയർ നമുക്കൊരു ചെറിയ ഗ്രോത്ത് കാണാം. അതുപോലെ ടോട്ടൽ എക്സ്പെൻസും ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും ചെറുതായിട്ട് കൂടിയതായിട്ട് നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് കാണാൻ സാധിക്കും. അതുപോലെ PBT പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇയർ ടു ഇയർ നോക്കുവാണെങ്കിലും കുറയുവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് പാറ്റ് നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും കുറയുവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ EPS ഏണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും കുറയുവാണ് ചെയ്തിരിക്കുന്നത്.